ഞങ്ങൾക്ക് കുറെ കൂലി ഉണ്ടാക്കി തരാം, ഇങ്ങൾക്ക് എല്ലാവർക്കും ഒറ്റ പൈസയും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ വാങ്ങിത്തരാം. അതിന് ഇങ്ങോട്ട് ശ്രദ്ധിക്കണം, എന്നാലേ വാങ്ങിത്തരാൻ കഴിയുള്ളൂ. ഒരു പൈസക്കും ചെലവില്ലാതെ ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ വാങ്ങിത്തരും എല്ലാവർക്കും, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും, സ്റ്റേജിലിരിക്കുന്നവർക്കും സാസിലിരിക്കുന്നവർക്കും പുറത്തുനിന്ന് നോക്കുന്നവർക്കും എല്ലാവർക്കും വാങ്ങിത്തരാം ഒരു ഹജ്ജിന്റെ കൂലി ഇപ്പൊ ഒറ്റ പൈസക്കും ചെലവില്ല. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മയുടെ കൂലി കിട്ടുമെന്ന് ഹദീസിലുണ്ട്. ഒരു നല്ല കാര്യം ഒരാൾ വിചാരിച്ചു, അപ്പൊ തന്നെ ഓന്റെ ഏടില് ആ നന്മന്റെ കൂലി എഴുതും. പിന്നെ ഓനത് ചെയ്തില്ലെങ്കിൽ എഴുതിയ കൂലി വെട്ടൂല. ചെയ്താൽ 10 കൂലി വേറെയും എഴുതുകയാണ് ചെയ്യുക. അപ്പൊ 11 കൂലി ഉണ്ടാവും. അങ്ങനെയാണ്. ഒരു തിന്മ ഒരാൾ വിചാരിച്ചാൽ എഴുതൂല. ഒരാൾ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചു, എന്നാ ഓന്റെ ഏടില് കള്ളുടിയുടെ ശിക്ഷ എഴുതൂല. കുടിച്ചാൽ ഒരു കള്ളുടിയുടെ ശിക്ഷയാണ് എഴുതുക, 10 എഴുതൂല. ഒരു നന്മ ഒരാൾ വിചാരിച്ചാൽ ആ നന്മ ചെയ്തതിന്റെ കൂലി എഴുതും. നന്മ ചെയ്താലോ 10 നന്മയുടെ കൂലി വേറെയും എഴുതും. അപ്പൊ ഒറ്റ പൈസക്കും ചെലവില്ലാതെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരു ഹജ്ജ് ചെയ്ത കൂലി ഇപ്പൊ കിട്ടും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോണം എന്ന് മനസ്സിലാണ് കരുതിക്കോളി. അല്ലല്ലേ കൊണ്ടോണേ, ഓൻ കൊണ്ടുപോയാ പിന്നെ പോവാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്ക്. അല്ല കൊണ്ടാവാൻ തീരുമാനിച്ചാ പിന്നെ ഇജ്ജ് കൊണ്ടായാലും ഞാൻ പോരൂല അങ്ങനെ പറയേണ്ട ആവശ്യം ഇപ്പൊ എന്താ? അള്ളാഹു സഹായിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഒരു ഹജ്ജിന് പോണെന്ന് മനസ്സിലാണ്ട് വിചാരിച്ചാലേ ഒരു ഹജ്ജിന്റെ കൂലി അപ്പ എഴുതും ഏടില് പോയില്ലാന്ന് കരുതിയിട്ട് വെട്ടൂല. പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ഹജ്ജിന്റെ കൂലിയും കൂടി വാങ്ങിത്തരാം. അതെങ്ങനെയാന്നറിയ നിങ്ങള്? അടുത്ത കൊല്ലം ഹജ്ജിന് അപേക്ഷ കൊടുക്കാനുള്ള സമയം വരുമ്പോ അപേക്ഷ കൊടുക്കാനുള്ള 600 റുപ്യ ഉണ്ടെങ്കിൽ അതാണ് വെച്ചുങ്ങാണ്ട് ഒരു അപേക്ഷ കൊടുക്കുക. പോകല് കിട്ടിയിട്ട് വേണ്ട, അപ്പൊ കായുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ. അല്ല, അപേക്ഷ കൊടുക്കാൻ 600 റുപ്യ വേണ്ടുള്ളൂ. അത് വെച്ചുങ്ങാണ്ട് അപേക്ഷ കൊടുക്കുക. കിട്ടുമ്പോ കായില്ലെങ്കിൽ ഇന്റത് കായില്ല എന്ന് പറയണം. അല്ല അപ്പൊ എന്താ? അല്ല, കായുണ്ടെങ്കിൽ പോവും ചെയ്യാലോ. അപേക്ഷ കൊടുക്കാനുള്ള കായുണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കുക. ആഗ്രഹിക്കാൻ ഏതായാലും ഒറ്റ പൈസയും വേണ്ട, അത് ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. ഒന്നാണ്ട് ആഗ്രഹിച്ചാളി, എല്ലാരും കൊണ്ട് ആഗ്രഹിച്ചാളി, ഒരു ഹജ്ജിന്റെ കൂലിയാണ് കിട്ടും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷിച്ചാല് വലിയ ആബിദീങ്ങളാവാം, വലിയ ഇബാദത്തുള്ള ആൾക്കാരായി മാറാൻ പറ്റും. അതുകൊണ്ട് ചെറിയ വിഷയങ്ങളിൽ നമ്മളെല്ലാവരും സൂക്ഷ്മത പാലിക്കുക. ഒക്കെ നീയത്തുകളും മനസ്സും ഒക്കെ ശരിയാക്കിയിട്ട് വലിയ വലിയ കൂലി വാങ്ങാം തന്നെ. ഞാൻ ആദ്യമേ പറഞ്ഞ ഒരു കാര്യം, നല്ലോണം ദ്വാരക്കുക. ദുആയാണ് വിഷയങ്ങളിലേക്ക് നമ്മൾ അടുപ്പിക്കുക. ദുആയാണ് എല്ലാ വിഷയങ്ങളിലേക്കും അടുപ്പിക്കും. ദുആഉ അശ്രിൻ ലം യുറദ്ദ റബ്ബുനാ വഉദ്ദഉ ലിമൻ ഫീ ദീനിനാ വസാനി മൻ യതഅല്ലമുൽ ഇൽമാ സാലിസുഹാ മൻ ഹസുന ഖുലുഖുഹു അഖീ വഉദ്ഖിൽ ലി റാബിയൻ നൈതാമാ സഹമീസുഹൽ മാരിദുകും മുഹ്തമിമാ. 10 ആൾക്കാരെ ദുആക്ക് ഉടനെ ഇജാബത്ത് കിട്ടുന്നതാണ്. 10 ആളുകളുടെ ദുആക്ക് ഉടനെ ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് വേഗത്തിൽ പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് വേഗ ഇജാബത്തുണ്ടാവും. 10 ആൾക്കാരുടെ ദുആക്ക് വേഗ ഇജാബത്തുണ്ടാവും. ഒന്നാമത്തത് ആലിമിന്റെ ദുആക്ക് ഉണ്ടാവും. 3 ഞാൻ പറയണേ കേട്ടോ, മൊത്തം വിശദീകരിക്കണില്ല. ഒന്നാമത്തത് ആലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. രണ്ടാമത്തേത് മുതഅല്ലിമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത്തേത് സൽസ്വഭാവിയുടെ ദുആക്ക് ഇജാബത്തുണ്ട്. മൂന്നാമത്തെ പറയാനാണ് ഞാൻ ആ വിഷയങ്ങളോട് പറഞ്ഞത്.
വലൈക്കും സലാം. ഇങ്ങോട്ട് നോക്കി എല്ലാരും. ഇന്നനാ നർജു ഇലാ കഅസി ഹൗളിക ലിൽ ആതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ ഇല്ലല്ലാഹു ഓർക്കെ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ശഫാഅത ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖൻ വഹ്ലനാ ഇൻദാഅയാ سيدي خير النبي لا إله لا إله إلا الله لا إله إلا الله محمد رسول الله. നിയ്യത്തുകളെ കൊണ്ട് ഇബാദത്താക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ മൂന്നാമത്തത് പറയാനാണ് പറഞ്ഞത്. ഒന്ന് ആലിമാണ്, രണ്ട് മുതഅല്ലിമാണ്, മൂന്ന് സൽസ്വഭാവികളുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും. ആരാണ് ഈ സൽസ്വഭാവി എന്ന് പറഞ്ഞാൽ? ഒരിക്കൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലെ മലമ്പ്രദേശത്ത് താമസിക്കുന്ന ഒരാൾ വന്നു. കർഷകനായ ഒരാള്, ആടിനെ നോക്കുന്ന ആള്, മാടുകളെ നോക്കുന്ന, ഒട്ടകത്തെ നോക്കുന്ന ഒരു സഹാബി വര്യൻ വന്നു. കുറേ സമയം സദസ്സിലിരുന്നതിന് ശേഷം പോകാൻ സമയത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. മദ്ദീനു യാ റസൂലല്ലാഹ്, അള്ളാന്റെ റസൂലേ, ഇസ്ലാം ദീന് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. എന്താണ് ഇസ്ലാം ദീൻ എന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, പുണ്യ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അദ്ദീനു ഹുസ്നുൽ ഖുലുഖി എന്ന് പറഞ്ഞു. ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂപ്പര് ഉദ്ദേശം മറുപടി അതായിരുന്നില്ല. മൂപ്പര് ഉദ്ദേശിച്ചത് കുറച്ച് വിശദമായി നാട്ടിൽ പോയി ഇസ്ലാം ദീൻ എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ മറുപടി ഒറ്റ വാക്കിൽ ഒതുങ്ങി. അപ്പൊ മൂപ്പര് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞിട്ട് രണ്ടാമത് എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, മദ്ദീനു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. രണ്ടാം പോയിന്റ് ചോദിച്ചു. പുണ്യനബി പഴയ മറുപടി തന്നെ ആവർത്തിച്ചു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാകുന്നു എന്ന് പറഞ്ഞു. മൂപ്പര് പോയില്ല, അവിടെ തന്നെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു. അല്പസമയം കഴിഞ്ഞ് വീണ്ടും ചോദിച്ചു, ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചു. മൂന്നാം പ്രാവശ്യവും പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അദ്ദീനു ഹുസ്നുൽ ഖുലുഖ്, ദീൻ എന്നാൽ സൽസ്വഭാവമാണ് എന്ന് പറഞ്ഞു. മൂന്നാമതും അങ്ങനെ തന്നെ മറുപടി പറഞ്ഞപ്പോൾ മൂപ്പര് പോകാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങോട്ടെന്നെ വിളിച്ചു. ഇങ്ങോട്ടെന്നെ വിളിച്ചിട്ട് ചോദിച്ചു, വമാ ഹുസ്നുൽ ഖുലുഖ് എന്ന് ചോദിച്ചു. സൽസ്വഭാവം എന്നാൽ എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു തിരിച്ച്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും അവന്റെ റസൂലിനും അറിയാം എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഗ്ലബ് അഹദാ, നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാകുന്നു സൽസ്വഭാവം എന്ന് പറഞ്ഞു.
ശരിക്ക് സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ കഴിയില്ല. എന്നാ പിന്നെ സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാൻ പറ്റുന്നത് ഈ ഹദീസിലാണ്. നീ ആരോടും ദേഷ്യപ്പെടാതിരിക്കലാണ് സൽസ്വഭാവം. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ സൽസ്വഭാവികളാണോ എന്ന് ആലോചിക്കുക. ദേഷ്യം വരുന്നുണ്ടോ? നമ്മൾ സൽസ്വഭാവികളല്ല. ഈറ പിടിച്ചിട്ട് ആൾക്കാരെ മേക്കെട്ട് അരിയിട്ട് അവസാനം പ്രഷറിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമുക്ക് അങ്ങനെയാണ്. ദേഷ്യം വന്നിട്ട് ആൾക്കാരോട് തൊള്ളേ തോണിയൊക്കെയാണ് പറയും. എന്നിട്ട് പറയും എന്ത്, അത് ഞാൻ പ്രഷർ കയറിയപ്പോ പറഞ്ഞതാണ് എന്ന് പറയും. പ്രഷർ കയറിയാൽ ആൾക്കാരെ മേലക്ക് കയറും, മേക്കെട്ട് കയറും എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ന്യായമല്ല ശരിക്കും. സൽസ്വഭാവത്തെ ഒറ്റവാക്കിൽ ഒതുക്കാമെങ്കിൽ അത് ഒതുക്കാവുന്നത് ദേഷ്യപ്പെടാതിരിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ എന്തു വേണം? ഈറ പിടിച്ചാത്ത ഒരാളെ കണ്ടാല് അയാളോട് ദ്വാരക്കാൻ പറയാം. അയാൾ ദ്വാക്കി, അതാണ് സൽസ്വഭാവി അറിഞ്ഞാല്. ദേഷ്യം വരാത്ത ഒരാളെ കണ്ടു എന്ന് വിചാരിക്കുക. ഒരു ദേഷ്യം പിടിക്കാത്ത ആള്, ഈറ വരാത്ത ഒരാള്, സൽസ്വഭാവത്തിന്റെ അടയാളമാണത്. അയാളെ കണ്ടാല് അയാളോട് ദുആ ചെയ്യാൻ വേണ്ടി പറയുക. സൽസ്വഭാവിയുടെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ടെന്നാണ്. 10 സന്ദർഭങ്ങളിലെ ദുആ. അതിലൊന്ന് മഴ പെയ്യുന്ന സമയത്തുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടും. ഹജ്ജിന്റെ വേളയിലുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. രോഗിയായി കിടക്കുമ്പോഴുള്ള ദുആക്ക് ഇജാബത്തുണ്ട്. നിസ്കാര ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. ദാനധർമ്മങ്ങൾക്ക് ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. ഖുർആൻ ഓതിയതിന്റെ ശേഷമുള്ള ദുആക്ക് പെട്ടെന്ന് ഇജാബത്തുണ്ട്. 10 സന്ദർഭങ്ങളിലെ ദുആക്ക് പ്രധാനപ്പെട്ട ഇജാബത്തുള്ളതിലെ ഒരു സന്ദർഭം മഴ പെയ്യുന്ന സമയമാണ്. അവ മഴ പെയ്യുമ്പോ നമ്മൾ നല്ലോണം ദ്വാരക്കണം. ദുആക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന ഒരു സമയമുണ്ട്. ഖതീബ് 1-ാം ഖുതുബ കഴിഞ്ഞ് 2-ാം ഖുതുബയിലേക്ക് എഴുന്നേൽക്കുന്നതിന്റെ ഇടയിലുള്ള സമയം. മിമ്പറിൽ ഖതീബ് ഖുതുബ ഓതാൻ വേണ്ടി കയറിയിട്ട് ഒരു ഖുതുബ കഴിയും, 1-ാമത്തെ ഖുതുബ. അങ്ങനെ ഒരു ചെറിയ ദുആയൊക്കെ നടത്തിയിട്ട് കലാമു റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആയത്ത് ഓതും. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ ബാറക്കല്ലാഹു ലനാ വലക്കും ബിൽ ഖുർആനിൽ അദീം എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാരക്കും. എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും. ആ ഇരിക്കുമ്പോ ഖതീബിന് സുന്നത്തുള്ളത് സൂറത്തുൽ ഇഖ്ലാസ് ഓതലാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് ഓതലാണ്. എന്നാൽ താഴെ ഇരിക്കുന്ന മഅ്മൂമീങ്ങൾക്ക് അത് ദുആക്ക് ഇജാബത്തുള്ള ഒരു പ്രധാനപ്പെട്ട സമയമാണ്. പ്രധാനപ്പെട്ട കാര്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രയാസമുള്ള ഒരു കാര്യം, ഉദാഹരണമായിട്ട് കുറച്ച് കടം വീടാണ്ട്, അല്ലെങ്കിൽ കുട്ടിന്റെ കല്യാണം ശരിയാക്കാണ്ട്, 5-6 വെള്ളിയാഴ്ച ഈ സമയം സൂക്ഷിച്ച് ദോരം നോക്കി സംഗതി ക്ലിയറാവും. ഖതീബ് മിമ്പറിൽ ഇരിക്കുന്ന സമയം 2 ഖുതുബന്റെ ഇടയിൽ ദുആയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഹംദാണ്. അപ്പോൾ ഒരു അൽഹംദുലില്ലാ എന്ന് പറയാം. ദുആയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സ്വലാത്താണ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നും പറയാം. എന്നിട്ട് ഏത് ഭാഷയിലായാലും കുഴപ്പമില്ല, നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന് വേണ്ടി ദ്വാരക്കുക. പടച്ചോനെ എന്റെ കടം വീട്ടി സലാമത്താക്കി തരണേ. ഒന്നുമില്ലെങ്കിൽ എല്ലാ ദുആയും ഉൾക്കൊള്ളുന്ന ഒരു ദുആയുണ്ട്, അത് ദ്വാരക്കുക. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ദുആക്ക് വളരെ പ്രധാനപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാകുന്നു അത്. ഇങ്ങനെ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ സൂക്ഷിക്കുക. ദുആക്ക് ഇജാബത്തുള്ള ആളുകളെ കണ്ടാൽ പ്രത്യേകമായി ദുആ ചെയ്യാൻ പറയുക. അവരോട് പ്രത്യേകമായി നമ്മൾ ദ്വാരക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക.
സ്വാലിഹീങ്ങളായ ആൾക്കാരെ കാണുമ്പോൾ, സൽസ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ, യതീമിനെ കാണുമ്പോൾ യതീമിന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. ആലിമീങ്ങളെ കാണുമ്പോ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോ ഇങ്ങനെ നമ്മൾ നല്ലോണം ദുആ ചെയ്യുന്നവരാകുക. സ്വകാര്യതയിലുള്ള ദുആ, അത്താഴ സമയത്തുള്ള ദുആ, തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേറ്റുകൊണ്ടുള്ള ദുആ, സുബ്ഹിന്റെ മുമ്പുള്ള ദുആ, ഇങ്ങനെ എല്ലാ സമയത്തും ഉത്തരം കിട്ടുന്ന എല്ലാ സമയത്തും ദ്വാരക്കാം. ചെറിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം, വലിയ കാര്യങ്ങൾക്ക് ദ്വാരക്കാം. മലയാളത്തിൽ ദ്വാരക്കാം. അറബിയിൽ ദ്വാരക്കുമ്പോ ഏറ്റവും നല്ലത് ആരെങ്കിലുമൊക്കെ ദുആ ചെയ്ത ദുആ അതേമാതിരി ദ്വാരക്കലാണ്. ആയത്തിൽ പറഞ്ഞ ദുആ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ ദുആ അതുപോലെ ദുആ ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാല് ദുആയിൽ കുറെ മര്യാദക്കേട് വരാൻ സാധ്യത ഉണ്ട് എന്നാണ്. അടിമയായ മനുഷ്യൻ ഉടമയായ അള്ളാഹുവിനോട് ഒരു സംസാരം നടത്തുമ്പോ അതിലൊരുപാട് മര്യാദ സൂക്ഷിക്കണം. നമ്മൾ സാധാരണ ഒരു മുതലാളിനോട് വർത്താനം പറയുമ്പോ തന്നെ കുറെ ശ്രദ്ധിച്ചാലുള്ള പറയാം. അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോട്, അല്ലെങ്കിൽ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട്, അല്ലെങ്കിൽ ഒരു ജില്ലാ കലക്ടറോട് നമ്മൾ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ അതിന്റെ കുറെ മര്യാദകൾ പാലിച്ചാണ് സംസാരിക്കുക. ഇത് രാജാക്കന്മാരുടെ രാജാക്കായ മലിക്കുൽ മുലൂക്കായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ് പറയണത്. അതുകൊണ്ട് പറയണതിന്റെ മര്യാദ പാലിക്കണം എന്നാണ്. അദബുകൾ പാലിക്കണം. അദബ് പാലിക്കാൻ കഴിയണമെങ്കിൽ അദബ് പാലിച്ച് പറഞ്ഞ ആരുടെയെങ്കിലും ദുആ അതേമാതിരി എടുക്കലാണ് ഏറ്റവും നല്ലത്. ഹദീസിൽ വന്ന ദുആ, ആയത്തിൽ വന്ന ദുആ, അമ്പിയാക്കൾ ദുആ ചെയ്ത ദുആ, ഇങ്ങനെയുള്ള ദുആകൾ എടുത്തിട്ട് ദ്വാരക്കാം. അതാണ് ഏറ്റവും നല്ലത്. അറബിയിലാവുമ്പോ, മലയാളത്തിലാവുമ്പോഴും സൂക്ഷിക്കേണ്ടത് തന്നെയാണ്. മര്യാദക്കേടുള്ള ദുആ ദ്വാരക്കാൻ പാടില്ല. നാലും പഠിച്ചോലെ ജിന്നങ്ങനാക്കി തീർത്തില്ലേന്നും ദ്വാരക്കാൻ പാടില്ല. നമ്മളങ്ങനെയൊക്കെ എന്ത് കാര്യം ചെയ്തിട്ടാണ് റബ്ബേ എന്നോട് ഇത്രയും കടുപ്പം കാട്ടുന്നത് പഠിച്ചോനെ, അങ്ങനെ ദ്വാരക്കാൻ പാടില്ല. ഞമ്മക്ക് നിഅമത്തുകൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് മനസ്സിലാകൂല. എന്നാൽ പ്രയാസങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണെന്ന് വേഗം മനസ്സിലാവും. ഇപ്പോ നമ്മളെ വീട്ടില് മജ്ലിസുന്നൂർക്ക് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കാം. നമ്മളെ വീട്ടില് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട്. പേരക്കുട്ടി വിരുന്ന് വന്ന് നമ്മളെ പേരേക്ക് പെരുന്നാളായിട്ട്. അപ്പൊ വിരുന്ന് വന്നപ്പോ ബസ്സിലൊക്കെ കയറിയിട്ട് വൈക്കുന്ന കുറെ ആൾക്കാരൊക്കെ കണ്ടുകാണ്ട് എന്തൊക്കെയെന്നറിയില്ല വീട്ടിൽ വന്നു നോക്കുമ്പോ നന്നായി പനിക്കണുണ്ട്, കുട്ടിക്ക് ചെറുതായിട്ടൊരു ഛർദിയൊക്കെ ഉണ്ട് എന്ന് വിചാരിക്കാം. എന്നാ നമ്മള് വേഗം ഒരു 10 ഉറുപ്പ്യ എടുത്തിട്ട് ഒരു ഫാത്തിഹയൊക്കെ ഓതി, ആയത്തിനെ കുറിച്ച് ഓതിയിട്ട് കുട്ടിന്റെ തലയൊക്കെ ഉയിഞ്ഞങ്ങാണ്ട് ബദരീങ്ങളുടെ നീർച്ചപ്പെട്ടിയിലിടും. എന്നാല് പേരക്കുട്ടി വന്നപ്പോ പനി ഉണ്ടായില്ല, വയറ്റു നോക്കില്ല, ഛർദില്ല, ആ 10 ഉറുപ്പ്യ ഇടൂല്ല. ഇതാണ് വ്യത്യാസം. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരും, സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ ഓർമ്മ വരൂല. ഒരു കാറ് വാങ്ങി നമ്മള് എന്ന് വിചാരിക്കാം. അങ്ങനെ കാർ ഇങ്ങനെ പോകുമ്പോ എവിടെയെങ്കിലും ഒന്ന് തട്ടി, എന്നാ തട്ടിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവും, തട്ടിയ സ്ഥലം ഓർമ്മ ഉണ്ടാവും, തട്ടിയ സമയം ഓർമ്മ ഉണ്ടാവും. അപ്പൊ വണ്ടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത് ഓർമ്മ ഉണ്ടാവും. കാറ് വാങ്ങിയത് ഓർമ്മ ഉണ്ടാവില്ല. കാറ് വാങ്ങാൻ പോയപ്പോ ആരേ ഉണ്ടായിരുന്നത്, ഇളയമുണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. എന്നാ കാറ് തട്ടിയപ്പോ ആരുണ്ടായിരുന്നു എന്ന് ഓർമ്മ ഉണ്ടാവും. എന്താ കാര്യം? പ്രയാസങ്ങൾ നമ്മൾ വേഗം അള്ളാഹുവിലേക്ക് ചേർക്കും, നിഅമത്തുകൾ അള്ളാഹുവിലേക്ക് ചേർക്കൂല. മൈഗ്രെയിൻ തലവേദന ഉണ്ടായി പോയി ക്ലാസ്സിനൊക്കെ വന്നുങ്ങാണ്ട് ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ട് മൈക്കന്റെ ശബ്ദമൊക്കെ കേട്ടുങ്ങാണ്ട് ചെന്നപ്പോ മൈഗ്രെയിൻ ഉണ്ടായി, തലവേദന 15 മിനിറ്റ്, ഭയങ്കര വേദന.
അല്ലോ എപ്പ നോക്കിയാലും തലവേദന എന്ന് പറയും. സംഗതി 23.25 മണിക്കൂർ തലവേദന ഇല്ലാത്തത് അപ്പുറത്തുണ്ട്. കാമണിക്കൂറാണ് അല്ലെങ്കിൽ അരമണിക്കൂറാണ് തലവേദന ഉണ്ടായത്. തലവേദന ഇല്ലാത്ത 23.5 മണിക്കൂറിനെ അരമണിക്കൂർ തലവേദന ഉണ്ടാകുമ്പോഴേക്ക് നമ്മൾ മറക്കും. നിഅമത്തുകളെ ഓർക്കാറില്ല, നിഖമത്തുകളെയാണ് ഓർക്കാറുള്ളത്. പ്രയാസങ്ങളെ നമ്മൾ ഓർക്കും, സൗകര്യങ്ങളെ ഓർക്കൂല. സൗകര്യങ്ങളെ ഓർക്കുമ്പോഴാണ് ദുആ ചെയ്യാൻ കഴിയുക. പ്രയാസങ്ങൾക്ക് മാത്രം ദ്വാരന്നാ പോരാ, സൗകര്യങ്ങൾക്കും ദ്വാരക്കണം എന്നാണ്. പടച്ചോനെ റബ്ബേ, അതായത് നമ്മൾ പരീക്ഷണമായി വിചാരിക്കുന്നത് രോഗത്തെ മാത്രമാണ്. ശരിക്ക് പരീക്ഷണം എന്ന് പറഞ്ഞാല് ആരോഗ്യവും പരീക്ഷണമാണ്. നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഉ. ദണ്ണല്ല എന്നുള്ളതും പരീക്ഷണാണ്. അസുഖമുണ്ടായി എന്നത് മാത്രല്ല പരീക്ഷണം. ദണ്ണത്ത് കടന്ന് നമ്മൾ കാല് കേടുന്നു, കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പിട്ട് ഭയങ്കര വേദനയാണ്. അപ്പൊ നമുക്ക് തന്നെ തോന്നും, പടച്ചോനെ എന്തിനാണ് ഇന്നങ്ങനെ പരീക്ഷിക്കണത് എന്ന് തോന്നും. കാല് കേടുന്നില്ല, കാലിൻ്റെ ഉള്ളിൽ കൂടെ കമ്പില്ല, അത് വേറൊരു പരീക്ഷണാണ്. പക്ഷെ അത് നമുക്ക് പരീക്ഷണമായിട്ട് തോന്നൂല. ഇതെല്ലാം നമ്മുടെ ദുആയിൽ പ്രതിഫലിക്കും. അല്ലാഹുവേ പടച്ചോനെ, റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ല അല്ലാ എന്ന് പറയും നമ്മള്. എന്താ പറഞ്ഞത്? അല്ലാഹുവേ റോഡിൽ ചതച്ചരച്ച് മരിപ്പിക്കല്ലേ അല്ലാ. അപ്പൊ പടച്ചോന്റെ പണി ഇപ്പൊ എന്താ? റോട്ടും ഇട്ടിട്ട് ഇങ്ങനെ അരക്കുക. ഇങ്ങനെയൊക്കെ ഓരോ വിചാരം. ഇതൊക്കെ നമ്മള് ദുആയില് വരുന്ന ഓരോ സാധന. മലയാളത്തിലെ ദുആയില് വരും ഇങ്ങനത്തെ ഓരോ സാധനങ്ങള്. അള്ളാന്റെ പണി റോട്ടും ഇട്ടിട്ട് അരക്കലല്ല, അത് വേറെ വണ്ടി വരുന്നത് നോക്കാതെ കയറിയതാണ് കൂടുവയ്യെന്ന്. അത് പടച്ചോ അരച്ചോ എന്നല്ല, അത് പോയിങ്ങാണ്ടാണ് അരഞ്ഞതാണ്. എന്നിട്ട് അതിനും കുറ്റം പടച്ചോന്. പടച്ചോന്റെ പണി എന്താ? അല്ലാഹുവേ റോഡിൽ ചതഞ്ഞരഞ്ഞ് മരിക്കുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. അതാണ് അള്ളാന്റെ പണി. കാക്കലാണ് അള്ളാന്റെ പണി. ദണ്ണം തരരുത് അല്ലാ, കേട് തരരുത്, ക്യാൻസർ തരരുത്, കുഷ്ഠം തരരുത്, വെള്ളപ്പാണ്ട് തരരുത്. അള്ളാന്റെ പണി ഇപ്പൊ എന്താ? കുഷ്ഠുണ്ടാക്കി. കുഷ്ഠുണ്ടാക്കണത് എന്താ? അത് എന്റെ മനസ്സ് കേടുന്നതുകൊണ്ട് കുഷ്ഠുണ്ടായതാണ്. മാനസികമായ അസുഖമാണ്. ഇസ്ലാമികമായ അധ്യാപനം അനുസരിച്ച് രക്തരോഗമാണ്. ഭൗതികമായ ശാസ്ത്രവിജ്ഞാനം അനുസരിച്ച് കുഷ്ഠരോഗം എന്ന് പറയുന്നത് രക്തം കേടുവരുന്നതാണ്. അല്ലാതെ അപ്പൊ നമുക്കുണ്ടാവുന്ന വിപത്തുകൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റൂല. സംഗതി അത് പടച്ചോൻ തന്നെ കാരണം, പക്ഷെ ചേർക്കാൻ പാടില്ല. ഇതിപ്പോ നമ്മള് ബൈത്തുല്ലാഹി എന്ന് പറയും. ഈ നിൽക്കുന്നത് ബൈത്തുല്ലാഹി, അള്ളാന്റെ വീട്, പള്ളി അള്ളാഹുവിന്റെ വീടാണെന്ന് നമ്മൾ പറയും. അമ്പലാരതാ? അമ്പലും അള്ളാന്റെ തന്നെയാണ്, പക്ഷെ അള്ളാന്റെ വീട് എന്ന് പറയാൻ പാടില്ല. കാരണം എന്തേ? അത് അള്ളാഹുവിലേക്ക് ചേർക്കാൻ പറ്റുന്നതല്ല. നല്ലതാണ് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാ, അല്ലാത്തത് മനുഷ്യരിലേക്ക് ചേർത്തിട്ടാണ് പറയാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്, വഇദാ മരിദതു ഫഹുവ യശ്ഫീൻ. വഇദാ മരിദതു, ഞാൻ രോഗിയാകുമ്പോൾ, ഫഹുവ യശ്ഫീൻ, അല്ലാഹു ശിഫയാക്കുന്നവനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം തോരുന്നുണ്ട്, ഞാൻ രോഗിയാകുമ്പോൾ അല്ലാഹു ശിഫയാക്കുന്നവനാണ്. അപ്പൊ രോഗിയാകുന്നത് ഞാനാണ്, ശിഫ നൽകുന്നത് അല്ലാഹു ആകുന്നു എന്നർത്ഥം. മോശമായതിനെ നമ്മളിലേക്ക് ചേർക്കുകയും നല്ലതിനെ അള്ളാഹുവിലേക്ക് ചേർക്കുകയും ചെയ്യണം എന്നത് ദുആന്റെ പ്രധാനപ്പെട്ട ഒരു അദബാണ്. അതുകൊണ്ട് അദബുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അദബ് ദുആയുമായി ബന്ധപ്പെട്ട ആദാബുകളാണ്. ഞാൻ പറഞ്ഞത് ദുആന്റെ കാര്യമാണ്. പെണ്ണുങ്ങൾ ഭംഗി കൂടുതലുള്ളത് ദൂരത്തുനിന്ന് കാണുമ്പോഴാണ്. ജ്വല്ലറിയുടെ പരസ്യമുള്ള പെണ്ണുങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ബോർഡ് ദൂരത്തേക്ക് വെച്ചിരിക്കുന്നത്, അടുത്ത് വെക്കൂല.
സ്ത്രീകളുടെ ഭംഗി ദൂരത്ത് നിന്ന് കാണുമ്പോഴും പുരുഷന്മാരുടെ ഭംഗി അടുത്തുനിന്ന് കാണുമ്പോഴാണ്. ഒരു തമാശ പറയാറുണ്ട്, അവനാന്റെ ഭാര്യ എത്ര ചൊറുക്കുണ്ട് എന്ന് അറിയണമെങ്കിൽ ഓള് അലക്കി തോരടണ സമയത്ത് അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാ മതി. അവനാന്റെ ഭാര്യ എത്ര ഭംഗിയുണ്ട് എന്ന് അറിയാന് തിരുമ്പിയിട്ട് തോരടുമ്പോ അടുത്ത പെരന്റെ വാർപ്പിന്റെ മേലെ കയറുക, അവിടെ കയറിയിട്ട് ഇങ്ങോട്ട് നോക്കിയാൽ കിട്ടും എത്ര ചൊറുക്കുണ്ട്. തമാശയാണെങ്കിലും അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ത്രീകൾ എന്ന് പറയുന്നത് ലോങ് സൈറ്റ് ആണ്, ദൂരത്തുനിന്ന് കാണുമ്പോഴാണ് ഭംഗി. പുരുഷൻ അടുത്ത് നിന്ന് കാണുമ്പോഴാണ് ഭംഗി. എന്തേ പറയാൻ കാരണം? അതുകൊണ്ട് സ്ത്രീകൾ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് മേക്കപ്പ് ചെയ്യണം. അപ്പൊ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ മേക്കപ്പ് ചെയ്യേണ്ടത് ബെഡ്റൂമിലേക്ക് വരുമ്പോഴാണ്, അല്ലാതെ മരിച്ചോടത്തേക്ക് പോകുമ്പോഴല്ല എന്നർത്ഥം. നന്നായിട്ട് ഒരുങ്ങും മരിച്ചോടത്തേക്ക് പോകുമ്പോ മയ്യത്തിന് കാണാൻ വേണ്ടിയിട്ട്. ആ മാക്സി ഒന്നും ആ നൈറ്റി ഒന്നും മാറ്റും കൂടില്ല പുതിയാപ്പളിന്റെ അടുത്തേക്ക് വരുമ്പോ. സ്ത്രീകൾ അടുത്തേക്ക് വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഭംഗി കുറയും. ദൂരത്തുനിന്നായാല് എവിടെങ്കിലും ദൂരത്ത് ഒരു മഞ്ഞ ചുരിദാറ് തിരുമ്പി തോരട്ടത് കണ്ടാൽ ആണുങ്ങൾ ഇങ്ങനെ നിന്ന് നോക്കും. ആള് വേണ്ട, ചുരിദാർ ഉണ്ടായാൽ മതി, എന്നാലും നോക്കും. കാരണം സ്ത്രീകൾ ലോങ് സൈറ്റ് ആണ്, ദൂരത്ത് നിന്ന് കാണുമ്പോൾ ഭംഗി കൂടുതലാണ്. അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് അവർ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബെഡ്റൂമിലേക്ക് നന്നായി ഒരുങ്ങാൻ തയ്യാറാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. അപ്പൊ ഞാൻ പറയണത്, മവദ്ദത്ത് എന്നത് പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകൾക്ക് കിട്ടാനുള്ളതും റഹ്മത്ത് എന്നത് സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർക്ക് കിട്ടാനുള്ളതുമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ വാത്സല്യമാണ്. മവദ്ദത്ത് സ്നേഹം, റഹ്മത്ത് വാത്സല്യം. സ്നേഹം ആണുങ്ങളെടുത്തുനിന്ന് പെണ്ണുങ്ങൾക്ക് കിട്ടാനുള്ളത്, വാത്സല്യം പെണ്ണുങ്ങളെടുത്തുനിന്ന് ആണുങ്ങൾക്ക് കിട്ടാനുള്ളത്. സ്നേഹമാണ് അപ്പൊ ആണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് സ്നേഹം? വാത്സല്യാണ് പെണ്ണുങ്ങൾ പ്രകടിപ്പിക്കേണ്ടത്. എന്താണ് വാത്സല്യം? ഇത് രണ്ടും മനസ്സിലായാൽ കുടുംബജീവിതം പഠിഞ്ഞു. സ്നേഹം എന്ന് പറഞ്ഞാല് മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു ആകർഷണീയതയാണ്. ഒരാൾക്ക് ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്കാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരാൾക്ക് ഒരു വ്യക്തിയോടോ ഒരു വസ്തുവിനോടോ തോന്നുന്ന സന്തോഷ നിർഭരമായ അവസ്ഥക്ക് സ്നേഹം എന്ന് പറയുന്നു. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയണത് ആണുങ്ങളിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് അനുഭവിക്കാനുള്ളതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്ത്രീകളിൽ നിന്ന് പുരുഷന്മാർ അനുഭവിക്കാനുള്ളതിനെയാണ് വാത്സല്യം എന്ന് പറയുന്നത്. സ്നേഹം എന്നത് മനസ്സിൽ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഈ ഇരിക്കണ ആണുങ്ങളിൽ ആർക്കും അവനാന്റെ ഭാര്യമാരോട് സ്നേഹമില്ലാത്തവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഈ ഇരിക്കണ എല്ലാവരും ഇരിക്കാത്തവരും പെണ്ണുങ്ങളോട് നല്ല സ്നേഹമുള്ളവരാണ്. പക്ഷെ നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങക്ക് ഓരോട് സ്നേഹമുണ്ട് എന്ന് അറിയോ അറിയില്ലേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് സ്നേഹമുണ്ട് എന്നറിയാം? അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഈ സ്നേഹമുണ്ട് എന്ന് എങ്ങനെ അറിയാം? സ്നേഹമുണ്ട് എന്ന് അറിയാൻ ആകെ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ഒരു വഴിയില്ല, അത് പറയലാണ്. ഇപ്പൊ നിങ്ങളോട് എനിക്ക് ഭയങ്കര സ്നേഹമുണ്ട്, ഞാൻ പറയാതെ ഒരിക്കലും നിങ്ങൾ അറിയില്ല. സ്നേഹം പറയുകയല്ലാതെ വേറൊരു വഴിയും അതിലില്ല. ഇത് നല്ലോണം മനസ്സിലായിക്കോളി നിങ്ങള്. സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല, പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഒരിക്കൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വാതിലിന്റെ അടുത്തുകൂടെ ഒരാൾ നടന്നുപോയി.
അത് കണ്ടപ്പോ സദസ്സിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, പൊന്നാര നബിയേ, ആ പോകുന്ന ആളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നബിയേ, അയാളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നീ ആ വിവരം അയാളോട് പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. എന്നാൽ നീ പോയി പറഞ്ഞതിന്റെ ശേഷം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. പോയി പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നാൽ മതി എന്ന് പറഞ്ഞു. അയാൾ പോയി, തനിക്ക് ഇഷ്ടമുള്ള ആളെ കണ്ടു, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു, സദസ്സിൽ വന്നിരുന്നു. സ്നേഹം പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. 25 കൊല്ലായിലെ പെണ്ണിട്ടിട്ട് ഇതിലിടക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം മറിയമോ എന്നോട് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അതെന്റെ ചോദ്യം. ആണുങ്ങളെടുത്തുനിന്ന് ആകെ പെണ്ണുങ്ങൾക്ക് ഒരു കാര്യം കിട്ടണ്ടുള്ളൂ, ഈ ഒരു വർത്താനം. അത് കിട്ടിയില്ലെങ്കിൽ എന്താ കുഴപ്പം? എനിക്കെന്നോട് ഇഷ്ടാണ് എന്ന് പറയാൻ തയ്യാറില്ലെങ്കിൽ മീൻകാരൻ പറയും, അപ്പോ ഓൻ്റെ ഒപ്പം പോകും. പെയിന്റിങ്ങേരം പറയും, അപ്പോ ഓൻ്റെ ഒപ്പം പോകും. അല്ലെങ്കിൽ മരപ്പണിക്ക് വരുന്ന ആള് പറയും, അപ്പോ ഓൻ്റെ ഒപ്പം പോകും തന്നെ. കുടിക്കാരൻ പറയാൻ തയ്യാറുണ്ടെങ്കിലോ കുടിക്കാരൻ്റെ ഒപ്പം നിൽക്കും. വേണ്ട, സാലിം ഫൈസി പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഒന്ന് പോയിട്ട് പറയാൻ തയ്യാറുണ്ടോ? വയസ്സന്മാർക്കും പറയാം, കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പറയാം. പെണ്ണിട്ടിയവർക്കൊക്കെ പറയാം, മരിക്കോളം പറയാം. 6 മാസം കൂടുമ്പോ ഒരോട്ടം കൂടിയും പറയണം. 6 മാസം കൂടുമ്പോ ഒരോട്ടം പറഞ്ഞാൽ മതി. ഇന്ന് നിങ്ങൾ അത് പറഞ്ഞിട്ട് നാളെ മുതൽ നിങ്ങളെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് ഫോൺ ചെയ്ത് വിവരം പറയും. അപ്പോഴെല്ലാം തീരുമാനാക്കി തരാലോ ഞാൻ ആ കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞോണ്ടായില്ല, നിങ്ങൾ തന്നെ പറയണം. ഞാൻ പറഞ്ഞാൽ എന്നോട് ഇഷ്ടം ഉണ്ടാവുന്നേ ഉള്ളൂ, നിങ്ങൾ പറഞ്ഞാലേ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിലിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മനസ്സിൽ പറയുണ്ടാവും, എല്ലാം പറഞ്ഞു കൊടുക്കി, ശരി തന്നെയാണ് നിങ്ങളാ പറയണത്. നല്ലൊരു വർത്താനം ആണുങ്ങളെടുത്തുന്നില്ല എന്നുള്ള തന്നെ വേറൊരു കുഴപ്പമില്ല. പെണ്ണുങ്ങൾക്ക് നിങ്ങളോട് ഒരു ദേഷ്യമില്ല, ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഒരു നല്ല വർത്താനം പറയില്ല എന്നുള്ളത് മാത്രം. വേറൊരു ബുദ്ധിമുട്ടില്ല. ഒരു തമാശ പറയലുണ്ട് പണ്ടൊരിക്കലേ, ഇല്ലാത്തതാണ് എന്നാലും ഒരു രസമുണ്ട്. ഒരിക്കൽ ഒരാള് ഭാര്യനോട് പറഞ്ഞത്രേ, ഇന്ന് ഞാൻ ഓഫീസിൽ പോണില്ല, ഞാൻ ഇവിടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം, ഇജ്ജ് സൂപ്പർ മാർക്കറ്റിക്ക് പോയിക്കോ എന്ന്. അങ്ങനെ രാവിലെ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി റെഡിയായി സൂപ്പർ മാർക്കറ്റിൽ പോയി. ഉച്ചന്റെ ശേഷം ഓളിങ്ങനെ വന്നപ്പോ പുതിയാപ്പിളങ്ങനെ ഒരു മുറത്തിൽ അരി ഇട്ടിട്ട് ആ മുറു അരി ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് പെരേ കൂടി ഇങ്ങനെ നടക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താടി ഇങ്ങനെ നടക്കണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തരേ, ഞാൻ ആ വടി തെരഞ്ഞെടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഏത് വടി? ഇജിങ്ങനെ അരി ചേറുമ്പോ കൊട്ടണ ഒരു വടിയില്ലേ, ഞാൻ ആ വടി. ഇപ്പൊ മൂപ്പര് ജീവിതത്തിൽ ഈ ഒച്ച മാത്രമേ കേട്ടിട്ടുള്ളൂ. അയാളെ വിചാരം ഇതൊരു വടി കൊണ്ട് ഇങ്ങനെ കൊട്ടലാണ്, മൂപ്പര് ആ വടി തെരഞ്ഞെടുക്കുകയാണ് എന്ന്. ഇതാണ് നമ്മളെ അവസ്ഥ. സ്ത്രീകളെ കുറിച്ചൊരു ധാരണയില്ല, അവരെന്താ ചെയ്യണെന്നുള്ള കുറിച്ചൊരു വിവരമില്ല. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലികൾ ഒരു പുരുഷൻ ചെയ്തു തീർക്കാൻ 3 ദിവസം വേണ്ടി വരും. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്ന ജോലി ഒരു പുരുഷന് ചെയ്തു തീർക്കാൻ ഏറ്റവും ചുരുങ്ങിയത് 3 ദിവസമെങ്കിലും എടുക്കും എന്നതാണ്. അതിനാത്രം ജോലി ഒരു സ്ത്രീ ഒരു ദിവസം വീട്ടിൽ ചെയ്യുന്നുണ്ട്. പകരം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു നല്ല വർത്താനം മാത്രം പറഞ്ഞാൽ മതി. 3 സമയങ്ങൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയാവുമെന്നാണ്. 3 സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവൻ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയമാണ്. 1, രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സമയം. രാവിലെ എപ്പോഴാണോ നിശ്ചയിച്ചാൽ അവിടുന്ന് അങ്ങോട്ടുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ഉപയോഗിക്കുക. സ്വന്തം കാര്യം എന്ന് പറഞ്ഞാല് നിസ്കരിക്കുക, ഖുർആൻ ഓതുക, തിരുമ്പുക, കുളിക്കുക, അയൺ ചെയ്യുക, ബാത്റൂം പോവുക, ബ്രഷ് ചെയ്യുക, കൊളസ്ട്രോൾ ഉള്ളവർ നടക്കുക. 1.5 മണിക്കൂർ അതിനുള്ളത് സ്വന്തം കാര്യം. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലിക്ക് ചെന്നാലേ
ജോലിക്ക് ചെന്ന ഉടനെയുള്ള 1 മണിക്കൂർ പുതുമയുള്ളതും പ്രയാസകരവുമായ ഒരു ജോലി എല്ലാ ദിവസവും നിർവഹിക്കണം. ഇന്നലെ ചെയ്തല്ലാത്ത വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം, പുതുമയുള്ളത് വളരെ പ്രയാസമുള്ളതുമായ ഒരു ജോലിക്ക് ഹാജരായാൽ ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് നിർവഹിക്കണം. ഇതാണ് 2ാമത്തെ സമയം. 3ാമത്തെ സമയം വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കിവെക്കാൻ കഴിഞ്ഞാൽ ജീവിതം വലിയ വിജയായി. മനസ്സിലാകണ്ടോന്നാവങ്ങൾക്ക്? 3 സമയം മുതലാക്കാൻ ആകെ 3 മണിക്കൂർ സമയം. 24 മണിക്കൂറിൽ 3 മണിക്കൂർ സമയം ആകെ മുതലാക്കണ്ടുള്ളൂ. രാവിലത്തെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് വേണ്ടി, ഓഫീസിൽ ജോലിക്ക് ഹാജരായതിനു ശേഷമുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രയാസകരമായ എന്തെങ്കിലും ഒരു കാര്യം നിർവഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും നീക്കിവെക്കുക. മോമിനിങ്ങളെ, സഹോദരങ്ങളെ, ചങ്ങായിമാരെ, മനുഷ്യന്മാരെ, പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ഒന്നുങ്ങൾ ശ്രദ്ധിക്കുങ്ങളെ. പോയല്ലോ പഠിച്ചോനെ. ഒരു യാനബി എല്ലാരും ചൊല്ലിക്കാണി. യാ നബി സലാം. ഞാനായില്ലാണ്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും, അശ്റഖൽ ബദ്റു അലൈനാ വഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്ത്രീകളെ, പുരുഷന്മാരെ, ചങ്ങായിമാരെ, ചങ്ങാഴ്ചകളെ, ഒന്നും കിടന്ന് നോക്കിയെല്ലാരും 3 സമയം ഉപയോഗപ്പെടുത്തിയാൽ മനുഷ്യൻ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമുള്ള മനുഷ്യനാവും. രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 1.5 മണിക്കൂർ സ്വന്തം കാര്യങ്ങൾക്ക്, ജോലിക്ക് ഹാജരായ ഉടനെയുള്ള 1 മണിക്കൂർ സമയം പ്രയാസകരമായതും പുതുമയുള്ളതുമായ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. വൈകുന്നേരം വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വർത്താനം പറയാൻ വേണ്ടി മാറ്റിവെക്കുക. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഷാർജയിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട്, ഒരു ഹോട്ടലിന്റെ ഒരു ഹാളില് ഇങ്ങനെ കുറെ അവിടെയുള്ള ഫാമിലികളുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അപ്പൊ അതിലിങ്ങനെ പ്രസംഗിക്കുമ്പോ, കുടുംബജീവിതത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മറന്റെ അപ്പുറത്തുനിന്ന് ഒരു പെണ്ണ് വിളിച്ചു ചോദിച്ചു, ഉസ്താദെ, ഈ ആണുങ്ങളെ മൊബൈൽ മക്കളി നിർത്താൻ നിങ്ങളടുത്ത് എന്തേലും വല്ല വയ്യും ഉണ്ടോന്ന് ചോദിച്ചു ഒരു പെണ്ണ്. അപ്പൊ ഞാൻ മോമിനിങ്ങളെ അങ്ങോട്ട് പറയാനുള്ള ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാലേ, വീട്ടിലെത്തിയ ഉടനെ 1.5 മണിക്കൂർ സമയങ്ങൾ ആരും മൊബൈലുമ കളിക്കാതിരുന്നാൽ തന്നെ കുടുംബജീവിതം റാഹത്താവും. അതിങ്ങനെ മോട്ടോർ സൈക്കിളും ഇങ്ങനെയാണ് പോകുമ്പോൾ പെരൻ്റെ അവിടേക്ക് എത്തുന്നതിൻ്റെ മുന്നുള്ള ആ പീടിയ കഴിഞ്ഞിട്ടുള്ള വളവിലുള്ള മൂച്ചിൻ്റെ ചോട്ടൊരു നിരന്ന സ്ഥലല്ലേ, അവിടെ വണ്ടി നിർത്തുക. അവിടെ വണ്ടി നിർത്തിയിട്ട് മൊബൈലും ഇങ്ങനെ കളിക്കന്നെ, പറയാനുള്ളവരോടൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അവസാനിച്ചതിൻ്റെ ശേഷം മൊബൈലാണ്ട് ഓഫാക്കിയിട്ട് പെരേക്ക് ചെല്ലുക.
അരമണിക്കൂർ മാത്രമേ വേണ്ടുള്ളൂ. പക്ഷെ അത് ഫുള്ള് കളി കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ കൊണ്ട് കാര്യമില്ല. ചെന്ന ഉടനെയുള്ള അരമണിക്കൂർ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും വർത്താനം പറയാൻ വേണ്ടി കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ജീവിതം റാഹത്തായി. തോനെ കാര്യമൊന്നും ചെയ്യണ്ട. ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ ജീവിതം ഭയങ്കര റാഹത്തായിരിക്കും. വീട്ടിലെത്തിയ ഉടനെ മൊബൈലുമ്മ ഭർത്താവ് കളിക്കണത് ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടോന്ന് നിങ്ങൾ ഇന്ന് വീട്ടിൽ പോയിട്ട് അവനാന്റെ പെണ്ണുങ്ങളോട് ചോദിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഓല് പറയുന്നുണ്ട്. ഒരു പെണ്ണിനും അതാ ഇതെന്താ വെച്ചാല് പെരേക്കൊണ്ട് എത്തിയ ഉടനെ മൊബൈൽ എടുത്താണ് മൂപ്പര് കസാലയിൽ ഇരുന്നു തുണികുപ്പായി മാറ്റിയിട്ടുങ്ങാണ്ട് ഓളെന്തൊക്കെ പറയണമെന്ന് കരുതിയിരുന്നു. അതൊക്കെ ഉണ്ട് ഐസായി. കാരണം ഇയാൾക്ക് ഒഴിവില്ല, ഇയാൾ മൊബൈലായിട്ട് ഇരിക്കല്ലേ. അല്ലെങ്കിൽ സുപ്രഭാതം പേപ്പർ എടുത്തുകൊണ്ടിരിക്കുക. ഈ സുപ്രഭാതം പേപ്പർ വീട്ടിലേക്ക് എത്തിയ ഉടനെ വായിക്കാനുള്ളതല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ആക്കത്തിന് മുഴുവൻ വായിച്ചു തീർക്കാനുള്ളതാണ്. പെരേക്ക് മടങ്ങി ചെന്ന ഉടനെയുള്ള അരമണിക്കൂർ ഒരു കാരണവശാലും മൊബൈൽ എടുക്കൂല നിങ്ങളിപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ നാളെ മുതൽ ജീവിതം മാറും. രണ്ട് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്നോട് ഇഷ്ടമാണ് എന്ന് പെണ്ണുങ്ങളോട് പറയണം. പറയാൻ മടിയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാളേ. ആ സാലിം ഫൈസി മൗലവിയർ ഇന്ന് വയതറിഞ്ഞപ്പോഴാണ് പെണ്ണെ എന്നോട് ഇത് പറയേണ്ട കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായത്. സംഗതി എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, അത് പറയണമെന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല, അതുകൊണ്ട് പറയാതിരുന്നതായിരുന്നു. അങ്ങനെങ്കിലും നിങ്ങൾ പറയാൻ തയ്യാറുണ്ടോ? തയ്യാറുണ്ടെങ്കിൽ കുടുംബജീവിതത്തിന് മാറ്റം ഉണ്ടാവും. ബാക്കിയുള്ള ഇജ്ജോൺ മനസ്സിലാക്കിക്കളല്ല. അപ്പൊ എന്താ കാട്ടണം? അത് പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന കാര്യമാണ്. സ്നേഹം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഈ പെൺകുട്ടികൾ ഇങ്ങനെ പല ആൾക്കാരൊപ്പം പോണില്ലേ, ഓലൊന്നും സ്വർണവള വാങ്ങിക്കൊടുത്തിട്ടൊന്നുമല്ല, ഓല് കാലുമക്ക് പാസറൊന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല. ഓല ആകെ ഒരു വർത്താനേ പറയണുള്ളൂ, എനിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. അത് പുതിയാപ്പിളാര് പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഓൻ്റെ ഒപ്പം പോരും, ഇല്ലെങ്കിൽ തയ്യാറുള്ളവൻ്റെ ഒപ്പം പോകും. ഈ ഒരു വർത്താനം ക്ലിയറാക്കുക. ഇതിനാണ് മവദ്ദത്ത് എന്ന് പറയാം. ഇതിനാണ് മവദ്ദത്ത്, സ്നേഹം. സംസാരത്തിലൂടെ മനസ്സിലാകുന്ന സ്നേഹത്തിനാണ് മവദ്ദത്ത് എന്ന് പറയുന്നത്. പെണ്ണെട്ടിയായി അടങ്ങാറായി എന്ന് പറയാൻ എന്താ കാരണം? അള്ളി അള്ളാന്റെ റസൂലും പറഞ്ഞ കാര്യം ചെയ്യണില്ല എന്നുള്ളതന്നെ കാരണം. ഒന്ന് ചുണ്ട് ചെവിയോട് ചേർത്ത് വെച്ചിട്ട് മോളെ എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയാൻ ഒരു ഭർത്താവ് തയ്യാറുണ്ടെങ്കിൽ ആ പെണ്ണ് ആരൊപ്പം പോവില്ല. ഇനി രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾ എന്താണ് ആണുങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇപ്പൊ തന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ടെന്ന് തോന്നുന്ന ചിലവർ. അത് വേണ്ട, പെരയിലെത്തിയിട്ട് പറഞ്ഞാൽ മതിട്ടാ. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങൾ എന്താണ്. അപ്പൊ ഞാൻ തമാശ കൂടി നിങ്ങളത് പറയാതിരിക്കരുത് കേട്ടോ. തമാശ കൂടി അതൊന്നും പോവുകയും ചെയ്യരുത്. ഈ ക്ലാസ്സും ഇതിന്റെ സ്റ്റേജും ഈ സംവിധാനവും ഈ മൈക്കും ഈ ലൈവും ഒക്കെ മുതലാണെങ്കിൽ അവനാന്റെ പെണ്ണുങ്ങളോട് എനിക്ക് അന്നെ ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറയണം, എന്നാലും ഇത് മുതലാവുള്ളൂ. അല്ലെങ്കിൽ ഈ പൈസ കംപ്ലീറ്റ് പോയി. ആ വാക്കിന് പകരം വേറൊരു വാക്കില്ല. എന്നാ മൊബൈലാണ് മെസ്സേജ് അയക്കാൻ തീരുമാനിക്കണ്ട, തൊള്ളോണ്ട് പറയണം. അല്ലാഹു തആല തൊള്ള തന്നത് അത് പറയാൻ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തൊള്ളോണ്ട് പറയാൻ തന്നെ വേണം. അതിൽ യാതൊരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല. രണ്ടാമത്തെ കാര്യം, പെണ്ണുങ്ങളുടെ അടുത്തുനിന്ന് സ്ത്രീകളുടെ അടുത്തുനിന്ന് പുരുഷന്മാർ അനുഭവിക്കേണ്ട റഹ്മത്തിനെ കുറിച്ചാണ്. കുടുംബജീവിതത്തിൽ ആകെ രണ്ട് കാര്യമേ വേണ്ടുള്ളൂ. ഒന്ന്, പുരുഷനിൽ നിന്ന് സ്ത്രീക്ക് കിട്ടുന്ന മവദ്ദത്ത്, അതാണ് എനിക്ക് അന്നെ ഇഷ്ടമാണ് എന്നുള്ള വർത്താനം. ഇന്ന് പറയാം, 6 മാസം കഴിഞ്ഞിട്ട് ഒന്നുകൂടിയും പറയാം. 6 മാസം കഴിയുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാല് നിങ്ങൾ വേറെ ഒരു മാക്സിമം ഒരു ചുരിദാറും ഒന്നും വാങ്ങിക്കൊടുക്കണ്ട, ഈ ഒരു വർത്താനം തന്നെ മതിയാവും. അത് തിരിഞ്ഞ് അതങ്ങനെ ഇടക്കിടക്ക് പറയാ, പിന്നൊന്നാണ് കൊണ്ടേ കൊടുക്കാതിരിക്കുക, അങ്ങനോട്ട് ചെയ്യരുത്. എന്തുണ്ടായിട്ടും കാര്യമില്ല, ഈ വർത്താനം വേണം. രണ്ടാമത്തെ കാര്യം, റഹ്മത്ത്. റഹ്മത്ത് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം വാത്സല്യം എന്നാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞതിന്റെ വാത്സല്യം എന്നാണ് അർത്ഥം. ഈ വാത്സല്യം എന്ന് പറഞ്ഞാൽ ശരിക്ക് അത് ട്രീറ്റ്മെന്റിലൂടെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് റഹ്മത്ത് എന്ന് പറഞ്ഞത്. വാത്സല്യം മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുന്നതിലൂടെയാണ് മനസ്സിലാകുക. ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇപ്പോ നഴ്സിങ്ങിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം റഹ്മത്താണ്. റഹ്മത്തുള്ള ആൾക്കേ നഴ്സാകാൻ കഴിയുള്ളൂ, അല്ലാത്തൊരാൾക്ക് നഴ്സാകാൻ കഴിയില്ല. വാത്സല്യമുള്ളവർക്കേ നഴ്സാവാൻ കഴിയുള്ളൂ. ഇപ്പൊ നമുക്ക് മെയിൽ നേഴ്സ് വളരെ കുറവാണല്ലോ, ആണുങ്ങൾ നേഴ്സന്മാർ വളരെ കുറവാണ്. എന്താ കാര്യം? ആണുങ്ങൾക്ക് റഹ്മത്ത് എന്നുള്ള ഗുണം വളരെ കുറവാണ്. അതുകൊണ്ടാണ് മെയിൽ നേഴ്സ് വളരെ കുറവുള്ളതിന്റെ കാരണം. പിന്നെ വേറെ ഒന്ന് പറയാനുള്ള എന്താ വെച്ചാൽ, ക്വാളിറ്റി ഉള്ള നേഴ്സന്മാർ നമ്മളെ കൂട്ടത്തിൽ തീരെ ഇല്ല കേട്ടോ. അതും വേണം കൂട്ടത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ ചിത്രയിലൊക്കെ ചെന്നാല് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്നാണ് ചിത്ര എന്ന് പറയുന്നത്. ചിത്രയെ ചെന്നാല് അവിടെ സർജറി വരെ ചെയ്യുന്നത് നഴ്സന്മാരാണ്. ഡോക്ടർ അവസാനം ആ പേപ്പറിലൊന്ന് ഒപ്പിടുകയേ ചെയ്യുള്ളൂ. കഴിവുള്ള നഴ്സുമാർ നമ്മളെ കൂട്ടത്തിലില്ല. ഉള്ളത് ഒന്നിനും പറ്റാതെ സൂചിക്കാൻ മാത്രം പറ്റുന്ന സൈസാണ്. അതുകൊണ്ട് കഴിവുള്ള നഴ്സുമാർ വേണം. സ്ത്രീകളുടെ ജോലി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ആണ്. ശരിക്ക് റഹ്മത്ത് എന്ന് പറയുന്നത് നഴ്സിംഗ് ഗുണാണ്, ട്രീറ്റ്മെന്റിലാണ് മനസ്സിലാവുക. നമ്മൾ ചില കൗൺസിലിങ്ങിന്റെ എക്സ്പീരിയൻസ് ഒക്കെ പരിശോധിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആണുങ്ങളോട് ചോദിക്കലുണ്ട്, പുതിയാപ്പിളിയും പുതിയണ്ണൊക്കെ വരുമ്പോൾ ആണുങ്ങളോട് ചോദിക്കും, 25 കൊല്ലത്തെ ഭാര്യ ഭർത്തൃ ജീവിതത്തിനിടയിൽ നിങ്ങൾക്ക് അബ്ദുറഹ്മാന് മൈമൂനാന്റെ അടുത്തുനിന്ന് ഏറ്റവും ഇഷ്ടമുണ്ടായ കാര്യം എന്താന്ന് പറയുന്നു പറയും. അല്ലെങ്കിൽ മൈമൂനാക്ക് അബ്ദുറഹ്മാന്റെ അടുത്തുനിന്ന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് പറയുന്നു പറയുമ്പോൾ പെണ്ണുങ്ങൾ ആലോചിച്ച് പറയണ കാര്യം, മൂപ്പര് നാള് ആദ്യത്തെ ഞങ്ങളെ കുട്ടി ഉണ്ടായപ്പോ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്നാ പറയാ. പറഞ്ഞ കാര്യമാണ് പെണ്ണുങ്ങളുടെ കൽബിലുണ്ടായിരിക്കുക. ആണുങ്ങളുടെ വർത്താനാണ് പെണ്ണുങ്ങളെ കൽബിലുണ്ടാകുന്ന സാധനം എന്നർത്ഥം. ആണുങ്ങളോട് തിരിച്ചു ചോദിച്ചാല്, ഞാൻ നാളെ പനിച്ചിട്ട് അങ്ങാടിയിൽ നിന്ന് ചെന്നപ്പോ ഓൾ എനിക്കൊരു ഗ്ലാസ് നല്ല ചൂടുള്ള ഇഞ്ചക്കെട്ട ചുക്ക് കാപ്പി ഉണ്ടാക്കി തന്നു എന്നാ പറയാ. ട്രീറ്റ്മെന്റ് ആണ് പുരുഷന്മാർ ഓർക്കുക. അല്ലെങ്കിൽ എൻ്റെ കാലിന്റെ മുട്ട് കേടന്നിട്ട് ഇരിക്കുമ്പോ ഓള് തൈലം തേച്ച് ഇങ്ങനെ ഉയിഞ്ഞു തന്നതിന്റെ മനസ്സിന്ന് പോണില്ല എന്നാ പറയാ. സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് നോട്ട് ചെയ്യുന്നത് സംസാരമാണ്. പുരുഷന്മാർ സ്ത്രീകളിൽ നിന്ന് നോട്ട് ചെയ്യുന്നത് ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഭക്ഷണം. ട്രീറ്റ്മെന്റിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഭക്ഷണമാണ്. അപ്പൊ നമുക്കത് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാൻ പറ്റും. ആണുങ്ങളെ വർത്താനും പെണ്ണുങ്ങളെ ഭക്ഷണവും ക്ലിയറായാൽ കുടുംബജീവിതം റാഹത്തായി. ആണുങ്ങളെ വർത്താനും ക്ലിയറായി, പെണ്ണുങ്ങളുടെ ഭക്ഷണവും ക്ലിയറായാൽ കുടുംബജീവിതം റാഹത്തായി.